ഇനി ഒരു പുതിയ ഒരു ഷോർട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ ഒരു ഷോർട്ട് ഇടുമ്പോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടാവും ഗൈസ്. 50 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടാവും ഞാനിത് ഇടുമ്പോൾ. മിക്കവാറും എനിക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഇടുമ്പോൾ 50 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എനിക്ക്. പക്ഷേ എനിക്ക് മൈനസ് ആവും, അതായത് 40 ആവും, 49 ആവും. പക്ഷേ അതെനിക്ക് കുഴപ്പമില്ല ഗൈസ്. ഞാൻ പറഞ്ഞിരുന്നു 50 ആകുമ്പോൾ ഞാൻ ഗീവ് അവേ ചെയ്യുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഗീവ് അവേ ചെയ്യാണ്. ഞാൻ ഗീവ് അവേക്ക് ചെയ്യണ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ടീറക്സ്, പെയിനോ അല്ലെങ്കിൽ ടീറക്സ് എന്ന് ഞാൻ പറഞ്ഞേ. ഞാൻ പെയിന് ടീറക്സ് കൊടുക്കാൻ ഞാൻ ഓൾറെഡി വാങ്ങിച്ചു. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു, മാമത്ത് കിട്ടിയായിരുന്നു. എന്തായാലും കൊടുക്കുമെന്ന് ഞാൻ കരുതിയായിരുന്നു. പിന്നെ എനിക്ക് ബുദ്ധ, ഇത് രണ്ടും ഞാൻ എന്തായാലും ഉറപ്പായി കൊടുക്കും. പിന്നെ അതായത് ഫസ്റ്റ് തന്നെ ഗീവ് അവേ വിന്നറിനെ ഞാൻ പിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ആൾക്ക് കിട്ടാൻ പോകുന്നത് ടീറക്സ്. ഞാൻ ടീറക്സ് കൊടുത്ത് ബുദ്ധ എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ബുദ്ധ, പിന്നെ ഗൈസ് നമ്മുടെ പെയിൻ ഉണ്ടായിരുന്നു, പെയിൻ പോയി. പെയിൻ പോയതല്ല, എനിക്കില്ലേ ഒരു സബ്സ്ക്രൈബർ, എനിക്ക് ഒരു ആൾ, അതായത് ഞാൻ ഒരാളെ കണ്ടു, ആൾ എനിക്ക് പറഞ്ഞു എൻ്റെ ചാനൽ സബ് ചെയ്യുമെന്ന് വെച്ചപ്പോൾ സബ് ചെയ്യാം, ഞാൻ 50 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഗീവ് അവേ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ 50 സബ്സ്ക്രൈബേഴ്സ്, ഇത് ആളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തു. ഓൾമോസ്റ്റ് എനിക്ക് ഒരു 15 സബ്സ്ക്രൈബേഴ്സും കണ്ട് ആളുടെ ഫ്രണ്ട്സാണ് എനിക്കിപ്പോൾ കിട്ടിയാൽ. അവരാണ് സബ് ചെയ്തെന്ന് കരുതാം. അപ്പോൾ പിന്നെ ആളെന്നോട് ഒന്ന് പെയിൻ തരുമോ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ തന്നെയാണ് അനൂപുരം എന്നാണ് കഴിച്ചത് ആളുടെ പേര്. പിന്നെ എന്തിനാണ് കഴിച്ചത്, ഞാൻ അങ്ങനെ കൊടുത്തു. നമ്മൾ ഇത്രയും നന്നായി ഹെൽപ്പ് ചെയ്താലേ. നിങ്ങൾ പലവരും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണ്ടാവും. പക്ഷേ എന്നോട് ചോദിച്ചു, അപ്പോൾ ഞാൻ കൊടുത്തു. ഇനി ഞാൻ കൊടുക്കത്തില്ല ആര് ചോദിച്ചാലും. പെയിൻ ഞാൻ കൊടുത്തു. എന്നോട് ചോദിച്ചു പെയിനല്ലേ ഉള്ളൂ, ഞാൻ കൊടുത്തു. എന്നാലും ഗീവ് അവേക്ക് ഞാൻ കൊടുക്കാമെന്ന് കരുതിയിരുന്ന. പിന്നെ പെയിനില്ലേ, അതായത് ഞാൻ 3 ഫ്രൂട്ട് കൊടുക്കാമെന്ന് പറഞ്ഞേ. ബുദ്ധ, ടീറക്സ്, മാമത്തില്ലാത്തതുകൊണ്ട് പെയിൻ കൊടുക്കാമെന്ന് കരുതി. കാരണം രണ്ടും 10 മിനിറ്റാണ്. അപ്പോൾ പെയിനില്ല. അപ്പം ആ മൂന്നാമത്തെ ആൾക്ക് എൻ്റെ വലുതായിട്ടൊന്നുമില്ല, ഈ 3 മിത്തിക്കിലോ അല്ല, ഐ മീൻ ഈ ലാസ്റ്റ് ഗീവ് വരുമ്പോൾ എൻ്റെ ഈ 2 വെനം ഒരു കൺട്രോൾ മാത്രമേ കാണുള്ളൂ. ഈ 2 ഇതിനകത്ത് എൻ്റെ ഇപ്പോൾ ഉള്ള ഇൻവെൻട്രിയിലുള്ള എന്ത് സാധനം വേണമെങ്കിലും ബ്രോ പറയുന്നത് ഞാൻ തരാം. ഒരു ഫ്രൂട്ടല്ല 2 ഫ്രൂട്ട് തരാം. ബാക്കിയുള്ള വെനം കൺട്രോൾ അല്ലാത്ത മാത്രമേ എൻ്റെ തരുള്ളൂ. ക്ഷമിക്കുക ഗൈസ്. പക്ഷേ ബാക്കിത്തെ 2 ആൾക്കും കിട്ടും. നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ എന്തായാലും കൊടുത്തിരിക്കും. പിന്നെ ഗൈസ് എനിക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ആവുന്ന ഞാൻ ഒരിക്കലും കരുതേണ്ട ഇത്രയും പെട്ടെന്ന്. എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് 4 ആൾക്കാരോടാ. ഒന്ന് തക്കുടു ബ്രോ, കാരണം എന്താ വെച്ചാൽ തക്കുടു ബ്രോൻ്റെ ഡിസ്കോഡ് സെർവറിൽ കയറിയിട്ടാണ് എനിക്ക് ബാക്കിത്തെ എല്ലാവരും ഫ്രണ്ട്സായിട്ട് കിട്ടിയത്. ബാക്കിയുള്ളത് ആദി ബ്രോ. ഈ ആദി ബ്രോയാണ് ഞാൻ ഏഞ്ചൽ റേസ് എടുത്തായിരുന്നു. അതിപ്പോൾ എനിക്ക് ഗെയിമിനെ പറ്റിയിട്ട് കുറേയും കൂടി പറഞ്ഞു തന്നത് ആദി ബ്രോയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സ്പാർക്ക് ബ്രോ എന്ന് പറഞ്ഞൊരു ബ്രോ ഉണ്ട്. ആ ബ്രോ ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ എൻ്റെ റേസ് ഷാർക്കാണ്. ആ ബ്രോയാണ് എനിക്കില്ലേ, അതായത് ഞാൻ ഏഞ്ചൽ റേസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ കൂടെ കുറേ CB സ്റ്റണ്ടിങ്ങിന് വന്നു. കൂടെ എനിക്ക് പറഞ്ഞു തന്നു കുറേ ഈ ഷാർക്ക് റേസിൻ്റെ ഉപയോഗങ്ങളൊക്കെ. പിന്നെ എനിക്ക് മനസ്സിലായി ഷാർക്ക് റേസ്, അത് എനിക്കറിയാം ഷാർക്ക് റേസ് വൺ ഓഫ് ദി ബെസ്റ്റ് റേസാണ്. എൻ്റെ ബാക്കിയുള്ള ഉപയോഗം കൂടിയും കേട്ടപ്പോൾ എനിക്ക് സത്യം ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്തു. അല്ലാണ്ട് എനിക്ക് ഗെയിമിനെ പറ്റിയിട്ട് കുറേ പറഞ്ഞു തന്നു. അപ്പോൾ അവർക്ക് 2 ആൾക്കും. പിന്നെ യുഗ്രി അല്ലെങ്കിൽ കാലിറ്റാച്ച്, ഈ ബ്രോ എൻ്റെ ആദ്യത്തെ റൈഡുകളൊക്കെ എനിക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്ത ആളാണ്. അപ്പോൾ ഇവർക്ക് നന്നായിരിക്കും. ഇതല്ലാണ്ടും കുറേ പേരുണ്ട്. ഉസ്മാൻ ബ്രോ, ഹാഷിയ ബ്ലോഗ്സ്. ഈ ഹാഷിയ ബ്ലോഗ്സ് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഒരു വെനുമില്ലേ. അപ്പോൾ ആ ബ്രോയ്ക്ക് ഞാൻ ട്രേഡ് ചെയ്ത് സ്പിരിറ്റും, ചിലപ്പോൾ നിങ്ങൾ പറയും എൽ ട്രേഡ് ചെയ്യുന്നത്. എനിക്ക് സ്പിരിറ്റും പിന്നെ ഗ്രാവിറ്റിയും കൊടുത്തിട്ടാണ് ഞാൻ വെനെടുത്തത്. എനിക്ക് ആ ബ്രോയ്ക്ക് ഞാൻ പെയിനും കൂടിയും കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ ആദ്യം ഞാൻ പെയിൻ കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ എന്നോട് ഗ്രാവിറ്റി സ്പിരിറ്റും ചോദിച്ചു. എന്നിട്ട് പിന്നെ ലാഗ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് തരുമെന്ന് ചോദിച്ചപ്പോൾ അത് എൻ്റെ ഞാൻ അപ്പോൾ ഗീവ് അവേക്ക് കൊടുക്കാമെന്ന് കരുതി ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അതുകൊണ്ട് നമ്മൾ എനിക്ക് ബ്രോയ്ക്ക് കൊടുക്കുമൊന്നും ഉണ്ടായില്ല ഗൈസ്. അതുകൊണ്ട് നമ്മളുടെ ഒന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് കിട്ടില്ല എനിക്കറിയാം ഗൈസ്. നമ്മളുടെ ഒന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഇത് ഞാൻ ഗീവേക്ക് ഇതെന്ന് പറഞ്ഞിരുന്നു. പണ്ട് നമ്മുടെ ഒന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് ആ ബ്രോ എന്നോട് ക്ഷമിച്ചു ഗൈസ്. എന്നോട് എനിക്ക് വേണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ തന്നെ ഡയറക്റ്റ് കൊടുക്കാൻ
കമലേസ്. അപ്പോൾ അവർ ഒരു പിന്നെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് അവർക്ക് താങ്ക്സ്. ഇതല്ലാണ്ട് തന്നെ കുറേ പേര് സഹായിച്ചിട്ടുണ്ട്. സ്പെറോക്സ്, കെ ലൂഫി, അങ്ങനെ കുറേ പേര്. അവർ ചിലവർ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു, ചിലവർ എൻ്റെ കൂടെ റെയ്ഡൊക്കെ ചെയ്ത് തന്നെ സഹായിച്ചു. അങ്ങനെ കുറേ പേരുണ്ട് ഗൈസ്. ഉസോബ്രോ, അങ്ങനെ കുറേ പേരുണ്ട് ഗൈസ്. എനിക്ക് എല്ലാവരും കിട്ടിയത് തക്കുടു ബ്രോൻ്റെ ഡിസ്കോഡ് സെർവറിൽ നിന്നാണ് ഗൈസ്. പിന്നെ അവരൊക്കെ എൻ്റെ ചാനൽ സബ് ചെയ്തുകൊണ്ട് കൂടിയാണ്. ചിലവരൊക്കെ പേര് ഞാൻ മറന്നു പോയിട്ടുണ്ട്. കുറേ പേര് സഹായിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ ഒരു താങ്ക്സ്. പിന്നെ നിങ്ങൾ ചിലവർ ബ്ലോക്ക് ഫ്രൂട്ട് കളിക്കാറുണ്ടാവില്ല, പക്ഷെ നിങ്ങളും എൻ്റെ ആദ്യം തുടങ്ങിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് കുറേ പേരുണ്ട്. അത് ഡൂക്കാലൻ, അങ്ങനെ കുറേ പേര്, അവർക്കൊക്കെ താങ്ക് യു. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തതൊക്കെ താങ്ക് യു. ഇനി നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. ഇനി നമ്മൾ അടുത്ത ഗീവ് അവേ മിക്കവാറും 500 വരായിരുന്നു. ഇത് ആയിരിക്കും, ഇതൊരു കുഞ്ഞ് ഗീവ് അവേ ആണ്. അടുത്തവണ മിക്കവാറും ഞാൻ വല്ല ടൈഗറോ അങ്ങനെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ കൊടുക്കും. അപ്പോൾ ഞാൻ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ എന്നോട് പറയുകയാണേ, ഞാനിപ്പോൾ ഗീവ് അവേ ചെയ്യും. ചിലവർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ചില മിത്തിക്കൽ ഫ്രൂട്ട്സൊക്കെ തരും. ചിലവർ എന്നോട് ഫ്രൂട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്നോട് വരുന്ന ഫ്രൂട്ട്സ് എടുത്തു. പക്ഷേ ഞാൻ ഗീവ് അവേ എന്തായാലും ചെയ്യും. ഒപ്പം എനിക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഞാനും ഇപ്പോൾ മാക്സ് ലെവലൊന്നും അല്ലല്ലോ. നിങ്ങൾ മാക്സ് ലെവലായിട്ട് ചോദിക്കണമെങ്കിൽ ഉറപ്പായിട്ടും തരാം. ഇപ്പം മാക്സ് ലെവലൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് തരാൻ പറ്റില്ല. ഞാൻ ചിലവർക്ക് കൊടുത്തു, കുറേ പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ലവ് ഫ്രൂട്ട് അതൊക്കെ ചോദിച്ചിട്ടുണ്ട് അടുത്ത്. ചിലവർക്ക് ഞാൻ ഷാഡോ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കില്ല ഗൈസ്. പെയിൻ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അപ്പം അവരോടാണ് ഈ പറയണത് 500 സബ് ആയി കഴിയുമ്പോൾ നമ്മൾ ഗീവ് ചെയ്യും. അപ്പോൾ എന്തായാലും വല്ല ടൈഗർ എല്ലാം കൊടുക്കണ്ടാവും. എന്തായാലും ബുദ്ധ കൊടുക്കായിരിക്കും. അപ്പോൾ അപ്പോഴത്തെ ഗീവ് വേയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതുകൊണ്ട് ഗൈസ് എന്നോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തരാൻ പറ്റുന്ന ഫ്രൂട്ടാണെങ്കിൽ ഞാൻ തരാൻ നോക്കാം. പക്ഷേ എനിക്ക് അങ്ങനെ എല്ലാം തരാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഈ വെനം കണ്ട, ഈ വെനം എനിക്ക് റീവർക്കിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് വെച്ചേക്കാം. 2 വെനം ഞാൻ തൊടാണ്ട് വേറെ ഒന്നും ഞാൻ ട്രേഡിനെ നോക്കല്ലേ, വല്ലതും തന്നെ. പിന്നെ കൺട്രോൾ ഞാൻ വല്ല ട്രേഡിനും വന്നാൽ കൊടുക്കും. അങ്ങനെ പലതുണ്ട്. അപ്പോൾ ഗൈസ് ഈ ഒരു ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് മെയിൻലി നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ഇടുക എന്നുള്ളതാണ്. രണ്ടാമത് ഞാൻ അതായത് നാളെ ആയിരിക്കും ഗീവ് അവേയിൽ വിന്നറിനെ പിക്ക് ചെയ്യുക. അപ്പോൾ ലൈവിൽ വരാൻ പറ്റുമോ നോക്കുക. എന്തായാലും നമ്മൾ ഷോർട്ടിൽ ഇടും ആരൊക്കെയാണ് ഗീവ് അവേ വിന്നേഴ്സ് എന്ന്. അപ്പോൾ ഈ ഷോർട്ട് അത്രേ ഉള്ളൂ. ബൈ ബൈ. അല്ലാണ്ട് വേറൊരു സാധനമുണ്ട്, മെയിൻ സാധനം ഞാൻ പറയാൻ പറഞ്ഞു പോയാൽ, നിങ്ങൾക്ക് 700 ലെവലായിരിക്കണം. 700 ലെവലും ആയിരിക്കണം, സെക്കൻഡ് സീലും ആയിരിക്കണം, കഫേയിലും ആയിരിക്കണം. വരാനും വരണം. അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റില്ല, ട്രേഡ് ചെയ്ത് തരാൻ പറ്റൂ. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ബൈ ബൈ.